എൻ്റെ പേര് ബാഹുല്യനാണ്. ധനുച്ചുറം സ്വദേശിയാണ്. ദേശീയ ഗായകരാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന അരീപ്പുറം ക്ഷേത്രത്തിലാണ്. ബലി തർപ്പണമാണ്. ഭക്തജനങ്ങളുടെ ഒരു നീണ്ട തിരക്ക് എന്നെ കാണുന്നുണ്ട്. മഴ വകവയ്ക്കാതാണ് ബലിയിടാൻ ആൾക്കാരെത്തുന്നത്. ഈ ബലിക്ക് ആൾക്കാർ കുറയുന്നതിനെന്ന് നമുക്ക് ലൈവിൽ പറയാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ നൽകുന്നത്. നമ്മൾ ലൈവാണ് ഇപ്പോൾ ബലി തർപ്പണം കൊണ്ട് പുഴയിലേക്ക് പോകുന്നത്, തലയിൽ വെച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളും പിന്നെ അതുപോലെ മുട്ടിലിരുന്നാണ് ബലി തർപ്പണം നടത്തണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദമായ വിവരങ്ങളാണ് നമ്മൾ നൽകുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കൊടുത്തത്. ഞാനിപ്പോൾ അരീപ്പുരം ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. പ്രസിദ്ധമായ അരീപ്പുരം ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അതിൻ്റെ അടുത്തൊരു ആറുണ്ട്. ആറിലാണ് ഈ ബലി തർപ്പണം തലയിൽ വെച്ചുകൊണ്ട് മുങ്ങി കുളിച്ചതിന് ശേഷം അവിടെ നിന്നും പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. തിരിച്ചു പടി കയറിയാണ് വീട്ടിലേക്ക് കയറി പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്ര ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. കൗതുകമായിട്ട് പച്ച നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഒരു കൊച്ചു ഗ്രാമം എന്ന് പറയാം ഈ അരീപ്പുറം എന്ന് പറയുന്ന സ്ഥലം. ആ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ആ സ്ഥലത്തിൻ്റെ പച്ച കൊണ്ട് നിറഞ്ഞൊരു സ്ഥലം, അന്തരീക്ഷം, ആകാശം ഇരുണ്ട് മൂടി തന്നെ കിടക്കുന്നു, മേഘാർദ്ധമായി തന്നെ കിടക്കുന്നുണ്ടെന്ന് പറയാം. ആ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അത്ര വിളിച്ചവിടിയേക്കുന്ന ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറയാം. പ്രതിഷ്ഠ മഹോത്സവത്തിൻ്റെ പ്രതിഷ്ഠയും ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടത്തുന്നത്. അടുത്ത ബലിതർപ്പണം അടുത്തും ആരംഭിച്ചു. ഈ രണ്ട് ഇലകളിൽ വെച്ചാണ് ഈ ബലിതർപ്പണം നടത്തുന്നത് നമുക്ക് മനസ്സിലാക്കാം. നമ്മളെ ആത്മാവിന് ശാന്തി കൊടുക്കുന്നതെന്നാണ് പറയാം. മരിച്ചവർ ഇന്നെത്തുമെന്നാണ് പറഞ്ഞാണ് ഈ ബലി തർപ്പണം നടത്തണമെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഹിന്ദുക്കൾ പുരാതനത്തിൽ പറയുന്നതെന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത. നമ്മളിപ്പോൾ അരീപ്പുറം ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് കവാടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറയും. അതിൻ്റെ ലൈവാണ് ഞാനിപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്കുള്ള ലൈവാണ് എടുത്തുകൊണ്ടിരുന്നത് ഇത്ര നേരം. ഇനി നമുക്ക് ആ ആറ്റിലേക്ക് തന്നെ പോകാം. ആറിൻ്റെ കരയിലെത്തി ബലി മുങ്ങിക്കുളിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരുടെ മുന്നിൽ കാണാം. അരീപ്പുറത്തിൻ്റെ ആറാണ് നമുക്ക് മനസ്സിലാക്കാം. നല്ല ഒഴുക്കുണ്ടെന്ന് പറയാം. നല്ല മല സൈഡാണ്. ആ സ്ഥലത്താണ് ഈ ആറ് എത്തിരിക്കുകയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. പച്ച കൊണ്ട് നിറഞ്ഞതും ആറും ഇതിൻ്റെ മുന്നിൽ കൊണ്ടുപോയി ഇന്ന് നമുക്ക് മുങ്ങി കുളിച്ച് കരയിൽ കയറുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകരുടെ മുന്നിൽ നമുക്ക് കാണിക്കുന്നത്. വളരെ ആൾ കുറവാണ്. മഴയായതുകൊണ്ട് ആൾ കുറവാണ് ഈ അരീപ്പുറത്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. രാത്രി വെളുപ്പാങ്കൽ 1 മണി തൊട്ട് ഇന്ന് ബലിയിടാൻ ആൾക്കാർ പല ശിവക്ഷേത്രങ്ങളിൽ എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. ആൽവാശ്വര ക്ഷേത്രത്തിൽ, അതുപോലെ തീപ്പറം, വർക്കല ശിവക്ഷേത്രം, ഈ ക്ഷേത്രങ്ങളിലെല്ലാം എത്തിക്കഴിഞ്ഞെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റോഡിലേക്ക് കൊണ്ടുവന്ന തലയിലേക്ക് കൊണ്ട് പോകുന്നതാണ് മനസ്സിലാക്കുന്നത്. കൗതുകമാറ്റ ബലിയാണ് കിട്ടുന്നത്. കാരണം ഞാൻ പ്രസിദ്ധമായ അരീപ്പുറം ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് കവാടത്തിലാണ് ഇരിക്കുന്നത്. കരഞ്ഞ് പ്രഭുക്കളെ കാണാം.
അച്ഛനമ്മയും കാണാൻ വേണ്ടിയുള്ള ബലിയിടലാണ്. അതിൻ്റെ തിരക്കിലാണ് ജനങ്ങളെല്ലാം എന്ന് പറയും. ഈ ആണ്ട് വളരെ അരിപ്പുറത്ത് തിരക്ക് കുറവെന്ന് തന്നെ പറയാം. മഴ സൂചനയിൽ നിന്നും നമുക്ക് പറയാം. ആകാശം ഇരുണ്ടും മൂടി തന്നെ മേഘാർദ്ധമായി തന്നെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ആൾ കുറവ് എന്ന് പറയാം. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തൊണ്ടൂർത്തുന്ന മുമ്പാക്കിലേക്ക്